ഈ വിഷയത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ വേണ്ടെന്ന് വി ഡി സതീശൻ പറയുമോ എന്ന ചോദ്യം ഉന്നയിക്കുന്നത് ബി.ജെ.പിയിൽ നിന്നും ശോഭാ സുരേന്ദ്രനാണ്. പാലക്കാട് സ്ഥാനാർത്ഥിയാണ് ശോഭാ സുരേന്ദ്രൻ. ഈ വിഷയം ഇപ്പോൾ ഉന്നയിക്കുന്നതിന് പിന്നിലും മറ്റൊരു രാഷ്ട്രീയ സാധ്യത കൂടിയുണ്ട്. കേൾക്കാം ആദ്യം ശോഭാ സുരേന്ദ്രന്റെ വാക്ക്. ഒറ്റ പോയിന്റേ ഉള്ളൂ, ഞങ്ങൾ പറയുന്ന ഭാവാത്മക മതേതരത്വം ആ സ്റ്റാൻഡ് എന്തുകൊണ്ട് വി ഡി സതീശൻ എടുക്കുന്നില്ല? ഇപ്പൊ വി ഡി സതീശന്റെ സ്ഥാനാർത്ഥി, ഇവിടുത്തെ UDFന്റെ സ്ഥാനാർത്ഥി പറയട്ടെ, ഞങ്ങൾ ഭീകരവാദികൾക്കെതിരാണെന്ന്, ഞങ്ങൾക്ക് ഭീകരവാദ സംഘടനകളുടെ വോട്ട് വേണ്ടെന്ന്. അതായത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഹൈക്കോടതിയിൽ കൊടുത്ത ഒരു അഫിഡവിറ്റ് നമ്മുടെ മുന്നിലുണ്ട്. അത് ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ചാണ്. ആ ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് ഉമ്മൻചാണ്ടി കൊടുത്ത അഫിഡവിറ്റിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: മതരാഷ്ട്രവാദത്തെ ഊന്നിപ്പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ബഹുസ്വരത തകർക്കാൻ പരിശ്രമിക്കുകയും ഭീകരവാദത്തിന് കുടപിടിക്കുകയും ചെയ്യുന്ന ഈ ജമാഅത്ത് ഇസ്ലാമി നമുക്ക് അപകടകരമാണ് എന്ന് പറഞ്ഞ ഉമ്മൻചാണ്ടിയുടെ വാക്കുകളെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ഈ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ UDFന്റെ സ്ഥാനാർത്ഥി ഇപ്പോൾ വോട്ട് പിടിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത്. അത് വി ഡി സതീശന്റെ പിന്തുണ കൊണ്ടാണ്. അപ്പൊ വി ഡി സതീശൻ ഈസ് ഈക്വൽ ടു ജമാഅത്ത് ഇസ്ലാമി പ്ലസ് SDPI. അത് തന്നെയാണ് പാലക്കാടിലും നടക്കുന്നത്. അപ്പൊ പാലക്കാടിലെ അങ്ങനെയാണെങ്കിൽ CPM-ഉമായിട്ട് ഡീലുണ്ടോ എന്നുള്ള കാര്യത്തിനോ ഇത് മറയ്ക്കാൻ വേണ്ടി, അതായത് ഇന്ന് കേരളത്തിൽ നടപടികളിലൂടെ, അതായത് കോൺഗ്രസിന്റെ നേതൃനിരയിൽ ഇരുന്നു കൊണ്ട് വി ഡി സതീശൻ എടുത്തിട്ടുള്ള അന്യായമായ നടപടിക്രമങ്ങളും കേരളത്തിൽ 10 വർഷം ഭരണകൂടത്തെ നയിച്ചുകൊണ്ട് ദുർബലമായി കേന്ദ്രത്തിന്റെ ആവിഷ്കൃത നയങ്ങൾ അത്രയും കൊണ്ടുവരാനോ ഈ കേരളത്തിന്റെ വികസനത്തിന് നേതൃത്വം കൊടുക്കാനോ സാധിക്കാത്ത മുഖ്യമന്ത്രിയെ തള്ളിപ്പറയാൻ വേണ്ടി, ചോദ്യം ചോദിക്കാൻ വേണ്ടി ധർമ്മടത്തൊരു കരുത്തനായിട്ടുള്ള സ്ഥാനാർത്ഥിയെ പോലും നിർത്താതെ സംസാരിച്ചത്. ഇപ്പോൾ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.